നമ്മുടെ KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി 1 മാസം പിന്നിടുകയാണ്. പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ്. 1,87,00,000 സ്ത്രീകളാണ് സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത്. വലിയ അച്ചീവ്മെന്റാണ്. പ്രതിദിനം 7.25 ലക്ഷം സ്ത്രീകൾ പ്രിയദർശിനിയിൽ യാത്ര ചെയ്തു. 7,25,000. അതേസമയം പദ്ധതി മൂലം KSRTC വരുമാനത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെ 72 കോടി രൂപയാണ് നഷ്ടമുണ്ടായത്. ആഷിൻഡിയാഗോ ഉണ്ട്. ആഷിൻഡിയാഗോ, ഏറെ സന്തോഷകരമായ കാര്യം, കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്തു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പൈസ കൊടുത്ത് യാത്ര ചെയ്ത സ്ത്രീകളുണ്ട്. ചില ആളുകളെങ്കിലും പൈസ ഇല്ലാത്തത് കൊണ്ട് യാത്ര മാറ്റിവെച്ച സ്ത്രീകളും കൂട്ടത്തോടെ ഈ വാഹനങ്ങളിൽ KSRTCയിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇന്ദിരാ പ്രിയദർശിനിയിൽ യാത്ര ചെയ്തു. 72 കോടിയുടെ നഷ്ടമാണ് ആദ്യ മാസം തന്നെ, അല്ലേ? വരുന്ന മാസങ്ങളിൽ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്. പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. കൂടുതൽ യാത്രകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും, അല്ലേ ആഷിൻഡിയാഗോ? അരുൺ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രിയദർശിനി പദ്ധതി ജൂൺ 15-നാണ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ജൂലൈ 15 ആകുമ്പോൾ കൃത്യം 30 ദിവസം കഴിയുമ്പോൾ KSRTCക്ക് നഷ്ടമെങ്കിലും ജനങ്ങളിൽ അത് വലിയ ഹിറ്റായി മാറുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് KSRTCക്ക് 1 മാസം കൊണ്ട് 75 കോടി രൂപയുടെ നഷ്ടം പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയ വനിതകളുടെ എണ്ണം KSRTCയുടെ ചരിത്രത്തിൽ തന്നെ 30%-40% വരെ വനിതാ യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ പ്രതിദിനം ഏതാണ്ട് 2 കോടിയോളം വനിതാ യാത്രക്കാർ, അതായത് 1.87 കോടി വനിതാ യാത്രക്കാരാണ് KSRTC ബസ്സുകളിൽ കഴിഞ്ഞ 1 മാസം യാത്ര ചെയ്തത് എന്നുള്ളതാണ് പ്രതിദിന ശരാശരി കണക്ക്. 8 ലക്ഷം യാത്രക്കാരോട് അടുപ്പിച്ചു വരും, വനിതാ യാത്രക്കാരോട് അടുപ്പിച്ചു വരും. 7.25 ലക്ഷം വനിതാ യാത്രക്കാരാണ് പ്രതിദിനം KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് KSRTCയുടെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമാണ്. ഈ 2 ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനിതാ യാത്രക്കാർ നിത്യവും KSRTCയുടെ സൗജന്യ യാത്രയുടെ ഭാഗമാകുന്നത്. നിലവിൽ 3125 KSRTCയുടെ ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൗജന്യ യാത്ര നടത്തുന്നത്. അതേസമയം ഇനി KSRTCയുടെ ഭാഗത്തേക്ക് വന്നാൽ നഷ്ടമാണ് എന്നുള്ളതാണ്. 75 കോടി രൂപയുടെ മാസനഷ്ടം. അതിൽ പ്രതിദിന വരുമാന നഷ്ടം 2.5 കോടി, 3 കോടിയുടെ അടുത്താണ് ഈ ഒരു വരുമാന നഷ്ടം എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കണക്കുകൾ പ്രകാരം 80 മുതൽ 90 കോടി രൂപയുടെ പ്രതിമാസ നഷ്ടം KSRTCക്ക് ഉണ്ടാകും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. എന്തായാലും അതിന് താഴേക്ക് തന്നെ നഷ്ടക്കണക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് KSRTCക്ക് ആശ്വാസകരമാണ്. ചില ജില്ലകളിൽ പ്രിയദർശിനി ബസ്സുകൊണ്ട് കാര്യമായ നഷ്ടം KSRTCക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൂടി ഈ ഒരു സംഭവത്തിൽ എടുത്തു പറയേണ്ടതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 90 കോടി രൂപയുടെ പ്രതിമാസ നഷ്ടമാണ് കണക്കിലാക്കിയിരുന്നുവെങ്കിൽ അത് 10 കോടി രൂപ കുറഞ്ഞ് ഏതാണ്ട് 75 മുതൽ 80 കോടി രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളത് KSRTC സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. സർക്കാരിന്റെ 100 കോടി ഈ ഒരു സഹായം കൂടി എത്തുമ്പോൾ KSRTC നിലവിലിപ്പോൾ എന്തായാലും സേഫ് സോണിലാണ് എന്നുള്ളത് തന്നെ പറയാം. വനിതാ യാത്രക്കാരുടെ ഈ ഒരു വർധനവ് അത് എടുത്തു തന്നെ പറയണം. കാരണം ഈ വനിതാ യാത്രക്കാർ കൂട്ടത്തോടെ KSRTCയിലേക്ക് തിരിച്ചെത്തുന്നത് KSRTC സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കൂടിയാണ്. കാരണം യാത്രക്കാരെ തിരിച്ച് KSRTCയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു KSRTC ലക്ഷ്യം വെച്ചിരുന്നത്. മാത്രമല്ല വനിതകൾക്ക് മാസം ഒരു തുക മാറ്റിവെക്കാനുള്ള സൗകര്യമൊരുക്കുക, അവർ കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് അതേപോലെ തന്നെ വ്യാപാര രംഗത്തേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു ഈ പദ്ധതി പ്രകാരം ഉദ്ദേശിച്ചിരുന്നത്. അത് ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും KSRTC സംബന്ധിച്ച് ചെറിയ നഷ്ടമുണ്ടെങ്കിൽ പോലും ജനങ്ങളിൽ പ്രിയദർശിനി അത് വലിയ ഹിറ്റായി മാറുന്നു. വനിതകൾ പ്രിയദർശിനി സൗജന്യ യാത്ര ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അരുൺ, ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം ആഷിൻഡിയാഗോയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചേർന്നത്. അപ്പോൾ പ്രിയദർശിനി പ്രിയങ്കരമായിരിക്കുന്നു എന്നുള്ളതാണ്. 1,87,00,000 വനിതാ യാത്രികർ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം, അല്ലേ? പുറം ലോകം കാണട്ടെന്ന്, ഇവി കാണട്ടെ, കാട്ടാന കാണട്ടെ, വെള്ളച്ചാട്ടങ്ങൾ കാണട്ടെ, മലക്കപ്പാറ കാണട്ടെ, അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോകട്ടെ, പണിയെടുക്കാൻ പോകട്ടെ എന്നുള്ളതാണ്. പണിയെടുക്കാൻ പോകുന്ന സമയത്ത്, അവരെ കൊണ്ടുപോകുന്ന സമയത്തെ വാഹനങ്ങൾ കുറച്ചുകൂടി നിരത്തിലിറക്കിയാൽ കുറച്ചുകൂടിയൊക്കെ നമ്മുടെ സ്ത്രീകൾ ആനന്ദിച്ചുല്ലാസത്തോടെ യാത്ര ചെയ്യും എന്നുള്ളതാണ്. ആനന്ദയാത്രകൾ നടക്കട്ടെ എന്നുള്ളതാണ്. 72 കോടി രൂപ നഷ്ടം എന്നുള്ളതാണ് KSRTC പറയുന്നത്. സർക്കാർ കൊടുക്കും.